ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ആയിരുന്നു. ഇനി നമ്മൾ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഹെഡ് ഓഫീസ് അതിന്റെ ചില പ്രത്യേക ബ്രാഞ്ചുകൾക്ക് ഓപ്പറേഷണൽ ഓട്ടോണമി മൊത്തമായിട്ടും അവരെ ഏൽപ്പിക്കും. അങ്ങനെ ആ ഒരു ഓപ്പറേഷണൽ ഓട്ടോണമി ഉള്ള സ്ഥാപനങ്ങളെയാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറയാൻ പറ്റുക. അക്കൗണ്ട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അവരായിരിക്കും അവരുടെ ഫുൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതിനർത്ഥം ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യൂല എന്നല്ല. ഹെഡ് ഓഫീസിൻ്റെതായ രീതിയിൽ ബ്രാഞ്ചിന്റെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യും. ബ്രാഞ്ചിൻ്റെതായ രീതിയിലും സ്വമേധയാ സ്വന്തമായിട്ട് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, ഒന്ന് ബ്രാഞ്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മറ്റൊരു രീതിയും. അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രാഞ്ച് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന്റെ ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ബാലൻസ് ഷീറ്റും ഒക്കെ ആർക്ക് അയച്ചു കൊടുക്കും? ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കും. ഹെഡ് ഓഫീസ് അത്തരം കാര്യങ്ങളിലൊക്കെ ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ഓട്ടോണമി ഉള്ള യൂണിറ്റുകളെ ആയിട്ടുള്ള ബ്രാഞ്ചുകളെയാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അവരുടെ ഫുൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ സ്വമേധയാ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ബ്രാഞ്ച് അവരുടെ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ടും ഉണ്ടാക്കും. അത് അവരുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് രൂപമായിരിക്കും അതിനുണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ ബ്രാഞ്ചിന് ഹെഡ് ഓഫീസിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും, ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിന്റെ പേരിലും ഒരു അക്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, അക്കൗണ്ടിങ് പീരീഡ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഹെഡ് ഓഫീസിന് അത്തരം കോപ്പികളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഹെഡ് ഓഫീസ് അത് കിട്ടിയ ഉടനെ തന്നെ ഹെഡ് ഓഫീസിന്റെ ബാലൻസും ബ്രാഞ്ചിന്റെ ബാലൻസും പരസ്പരം കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതിന്റെ റീസൺസ് മനസ്സിലാക്കും. എന്താണോ റീസൺസ് അതിനു വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെ റീകൺസിലേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഇത്തരം എൻട്രീസ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇതാണ് രീതി. ആ ഒരു കഥ പോലെയുള്ള ഫീച്ചർ തന്നെയാണ് ഉള്ളത്. അതൊന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമ്മളെ ഈ ഒരു റിവിഷൻ സീരീസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പ്രോബ്ലം ആസ്പെക്ട് ആണ്. പ്രോബ്ലത്തിന് വേണ്ട ചില തിയറികളും കൂടെ പറയുക എന്നുള്ളതാണ്. ഇനി ചില പെക്യുലിയർ ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ സിലബസിൽ മെയിൻ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യത്തെ രണ്ട് ഐറ്റം ആണ്. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ കാര്യത്തിൽ ഈ രണ്ട് ഐറ്റം ആണ് നമ്മളായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, മറ്റൊന്ന് ട്രാൻസിറ്റ്, അതുപോലെ തന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഐറ്റംസ് എന്താണ്? ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസസ് ബ്രാഞ്ചിലേക്ക് ചാർജ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസസ് മൊത്തത്തിൽ എല്ലാ ബ്രാഞ്ചുകൾക്കും വേണ്ടി ചെലവാക്കിയത് ഓരോ ബ്രാഞ്ചുകളിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഒന്ന്. പിന്നെ ഡിപ്രീസിയേഷൻ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് ഇനി മറ്റൊരു സ്ലൈഡിലേക്ക് പോവാം. ഇതിൽ എന്താണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കഥ പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാൻ കാരണം സിലബസിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും ആണ്. നമ്മൾ നോക്കുക, ഒരു ഹെഡ് ഓഫീസ് ഉള്ളത് ഡൽഹിയിലാണ്. ഹെഡ് ഓഫീസ്
28/3/2024 ഓക്കെ, ഈ ഡേറ്റിന് ഒരു ഗുഡ്സ് എന്ത് ചെയ്തു, അവിടുന്ന് ഇങ്ങോട്ട് അയച്ചിട്ട് ബ്രാഞ്ച് നമ്മുടെ കേരളത്തിലാണ് എന്ന് കരുതുക. ബ്രാഞ്ചിൽ ഈ ഐറ്റം എത്തുന്നത് 1/4/2024 ഓക്കെ. ഇതിനർത്ഥം എന്താണ്? ഗുഡ്സ് സെൻഡ് ചെയ്തത് 23-24 ഫിനാൻഷ്യൽ ഇയറിലാണ്. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്? 23-24 ഫിനാൻഷ്യൽ. പക്ഷെ ഗുഡ്സ് നമ്മുടെ ബ്രാഞ്ചിൽ എത്തിയത് 24-25 ഫിനാൻഷ്യൽ ഇയറിലാണ്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് സെൻഡ് എന്നുള്ള എൻട്രി ആര്? ഹെഡ് ഓഫീസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ വേറെയും ബ്രാഞ്ച് ചെയ്യുന്നത് വേറെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മിസ്മാച്ച് വരും. മിസ്മാച്ച് വരും എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ചെയ്തത് ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസിന്റെ കയ്യിലുള്ള ബ്രാഞ്ച് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുക ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ, ബ്രാഞ്ച് അക്കൗണ്ടിലുള്ള ബാലൻസ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കിട്ടാനുള്ള ബാലൻസ് കൂടുതലായിട്ടും, എന്നാൽ നേരെ മറിച്ച് ഇവരുടെ അടുത്ത് ആ ബാലൻസ് അത്ര കുറഞ്ഞിട്ടുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ് എൻട്രി ഇടണം. കാരണം എന്താണ്? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് റീകൺസിലേഷൻ ചെയ്യാഞ്ഞാൽ പറ്റൂല. ബാങ്ക് റീകൺസിലേഷൻ ഒക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും ഒരു റീകൺസിലേഷൻ നിർബന്ധമാണ്. എന്തുകൊണ്ടാണ്? ഒരു ട്രാൻസാക്ഷൻ ഒരു സ്ഥലത്ത് ഒരു ഫിനാൻഷ്യൽ ഇയറിലും മറ്റത് മറ്റേ ഫിനാൻഷ്യൽ ഇയറിലും ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ രണ്ടിടത്തുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ബാലൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ഡിഫറൻസ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ എൻട്രി വരുന്നത്. അതിൽ ഫസ്റ്റ് ഒരു കേസാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഹെഡ് ഓഫീസ് ഗുഡ്സ് വർഷത്തിന്റെ എൻഡ് ഭാഗത്ത് അയച്ചിട്ടുണ്ട്, പക്ഷെ അത് ബ്രാഞ്ചിന് കിട്ടിയത് എന്നാണ്? അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. അതേപോലെ തന്നെ ബ്രാഞ്ച് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ആയിട്ട് അയച്ചിട്ടുള്ള ഗുഡ്സും ഇതുപോലെ സംഭവിക്കാം. അപ്പൊ അത്തരം സമയങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു റീകൺസിലേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. വെൻ ഗുഡ്സ് ആർ സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്, ദ ഹെഡ് ഓഫീസ് ഡെബിറ്റ്സ്, ഹെഡ് ഓഫീസ് സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ഇൻ ഇറ്റ്സ് ബുക്സ് ഇമ്മീഡിയറ്റ്ലി. ബട്ട് ബ്രാഞ്ച് ക്രെഡിറ്റ് ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എപ്പോഴാണ്? ബ്രാഞ്ചിന് എപ്പോഴാണോ കിട്ടുക അപ്പോഴാണ് ചെയ്യുക. ഓക്കെ. സിമിലർലി വെൻ ബ്രാഞ്ച് സെൻഡ് ഓർ റിട്ടേൺ സം ഗുഡ്സ്, റിട്ടേൺ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി ചെയ്യും. പക്ഷെ ഹെഡ് ഓഫീസ് എപ്പോഴാണോ അവർക്ക് കിട്ടുന്നത് അപ്പോഴേ അത് എന്ത് ചെയ്യുള്ളൂ? ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ഗുഡ്സ് സെൻഡ് ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഇയർ, ഒരു അക്കൗണ്ടിങ് പീരിയഡിന്റെ അവസാന ഭാഗമാവാം. മേ നോട്ട് ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ബൈ ദ ഹെഡ് ഓഫീസ് ഓർ ബ്രാഞ്ച്. ഇവർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല. സച്ച് ഗുഡ്സ് ആർ കോൾഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിൽ ഒരു സൈഡിലും ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യത്തിൽ മറ്റേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഗുഡ്സിന്റെ ട്രാൻസിറ്റിനെയാണ് നമ്മൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഇതിന് എന്ത് അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇത് ഹെഡ് ഓഫീസിന്റെ എൻഡിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് പാസ് ചെയ്യേണ്ട എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് എന്നാണ്. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇൻ കേസ് ബ്രാഞ്ചിലാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജേണൽ എൻട്രി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ് എന്നുമാണ്. ഓക്കെ. അത്രേ ഉള്ളൂ. ആരാ ചെയ്യുന്നത് എന്തെന്നാലും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഹെഡ് ഓഫീസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ക്രെഡിറ്റിൽ വരും. ബ്രാഞ്ചാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് ക്രെഡിറ്റിൽ വരും. ഓക്കെ. ഇത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, രണ്ടാളും കൂടി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടാൻ പറ്റില്ല, ഏതെങ്കിലും ഒരാളെ അഡ്ജസ്റ്റ്മെന്റ് ഇടാൻ പറ്റുള്ളൂ. സാധാരണ ഇത് ഹെഡ് ഓഫീസ് ആണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ആര് എൻട്രി ഇടുകയാണെങ്കിലും ഒരാളെ എൻട്രി ഇടാൻ പാടുള്ളൂ. അത് ബ്രാഞ്ചിന് ഇടാം, ഹെഡ് ഓഫീസിന് ഇടാം, ആർക്കും ഇടാം എന്നുള്ളതാണ്. പക്ഷെ ഇടുകയാണെങ്കിൽ അതെന്തായിരിക്കണം? ഒരാളെ ഇടാൻ പാടുള്ളൂ. രണ്ടാളും കൂടെ ഇട്ടാൽ വീണ്ടും ആ ഡിഫറൻസ് കൂടല്ലേ ചെയ്യാം. ആ ഡിഫറൻസ് ഒഴിവാക്കാനല്ലേ ഒരാൾ എൻട്രി ഇടുന്നത്. ഓക്കെ. ഇതാണ് എൻട്രി എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ബ്രാഞ്ച് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് അയച്ചിട്ട് അങ്ങോട്ട് എത്താൻ, ഹെഡ് ഓഫീസിലേക്ക് എത്താൻ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഒരു ഫിനാൻഷ്യൽ ഇയറിലും മറ്റൊന്ന് മറ്റേ ഫിനാൻഷ്യൽ ഇയറിലും വരാൻ സാധ്യതയുണ്ട്. അത്തരം സമയത്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗുഡ്സിനെ പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ പറയാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് എൻട്രി എന്താ നോക്കുക. ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് എന്നും
ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ടു ഹെഡ് ഓഫീസ് എന്നും. ഇത് രണ്ടാളും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതൂല, ഏതെങ്കിലും ഒരാൾ എഴുതുള്ളൂ. സാധാരണഗതിയിൽ ഇത് ഹെഡ് ഓഫീസാ ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഹെഡ് ഓഫീസ് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ ചെയ്യുക. സാധാരണഗതിയിൽ ഇത്തരം അഡ്ജസ്റ്റിംഗ് എൻട്രി ഹെഡ് ഓഫീസ് ചെയ്യും എന്നാണ് പ്രാക്ടിക്കലി പറയാനുള്ളത്. അത്രയല്ലേ നമുക്ക് സംസാരിക്കാനുള്ളൂ. ആർക്കും ചെയ്യാം, പക്ഷെ രണ്ടാളും കൂടെ ചെയ്യരുത്, ഏതെങ്കിലും ഒരാൾ ചെയ്യാം. ഓക്കെ, ഇതാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി HO എക്സ്പെൻസസ് ചാർജബിൾ ടു ബ്രാഞ്ച്. HO ഒരു ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ചെലവാക്കിയിട്ടുണ്ടാവാം. ഇത് ബ്രാഞ്ചുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചെലവ് ആരെടുത്തിട്ടുണ്ടാവും, ഹെഡ് ഓഫീസ് എല്ലാവർക്കും വേണ്ടി അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവും. ആ ഹെഡ് ഓഫീസിന്റെ എക്സ്പെൻസ് എല്ലാ ബ്രാഞ്ചുകൾക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യഥാർത്ഥ പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ബ്രാഞ്ചിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോഴുള്ള എൻട്രിയാ പറയുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഹെഡ് ഓഫീസ് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസിന് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഇത് ഹെഡ് ഓഫീസിന്റെ ബുക്സിലുള്ള എൻട്രിയാണ്. ഇത് ബ്രാഞ്ചിലുള്ള എൻട്രി എന്താണ്, ബ്രാഞ്ചിന് എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസ് അക്കൗണ്ട് ടു HO എന്ന് പറയും. ബ്രാഞ്ച് ക്യാഷ് അല്ലല്ലോ കൊടുക്കുന്നത്, ഹെഡ് ഓഫീസിന്റെ ആയിട്ടുള്ള ഒരു എൻട്രി മാത്രമല്ല, അതുകൊണ്ട് HO എന്നാണ് കൊടുക്കുക. ഇവിടെ എന്താണ് ബ്രാഞ്ച് ഈ എക്സ്പെൻസിന് ക്രെഡിറ്റ് ചെയ്യാൻ കാരണം, എക്സ്പെൻസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും പേയ്മെന്റ് ചെയ്ത സമയത്ത്, അത് അലോക്കേറ്റ് ചെയ്യല്ലേ, അതുകൊണ്ടാണ് ക്രെഡിറ്റിലേക്ക് വന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡിപ്രീസിയേഷൻ ആണ്. ബ്രാഞ്ചിന്റെ ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്രാഞ്ചിന്റെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് HO ആണെങ്കിൽ, ഹെഡ് ഓഫീസ് ആണ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനർത്ഥം ഫിക്സഡ് അസറ്റ് എന്ന ഒരു സാധനം ആരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇല്ല, ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇല്ല. ഹെഡ് ഓഫീസ് ആണ് എന്ന് പറഞ്ഞിട്ട്, ബ്രാഞ്ച് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഹെഡ് ഓഫീസ് ആണ്. കാരണം അവർക്ക് എന്തേ ഉള്ളൂ, ഓപ്പറേഷണൽ ഓട്ടോണമിയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഹെഡ് ഓഫീസ് പിന്നെ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ ഒരു ഓപ്പറേഷൻ ആക്ടിവിറ്റി അല്ല, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി പോലെ ആയി മാറി. അപ്പൊ ഓപ്പറേഷണൽ ഓട്ടോണമി കൊടുത്തതിന്റെ ഫലമായിട്ടായിരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ഹെഡ് ഓഫീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷന്റെ എൻട്രി എന്താണ് എന്നുള്ളതാണ്. ബ്രാഞ്ചിന്റെ കേസിൽ അല്ല, ആദ്യം ഹെഡ് ഓഫീസിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യുക. ഹെഡ് ഓഫീസിന്റെ ഡിപ്രീസിയേഷൻ ആണോ അത്? ഒരിക്കലും അല്ല. ഹെഡ് ഓഫീസിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഫിക്സഡ് അസറ്റിന്റെ എമൗണ്ട് വാങ്ങിയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ജേണൽ എൻട്രി ഇട്ടിട്ടുണ്ടാവും. എന്താ ജേണൽ എൻട്രി, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് എന്നോ, ഇനി ഏതെങ്കിലും പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ, ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇനി ഡിപ്രീസിയേഷൻ നടത്തുമ്പോൾ എന്താ ചെയ്യുക, ഡിപ്രീസിയേഷൻ എന്ന എക്സ്പെൻസ് എഴുതാൻ പറ്റുമോ? ഇതിന് എഴുതാൻ പറ്റൂല. കാരണം എന്താ, ഡിപ്രീസിയേഷൻ ഇത് ഹെഡ് ഓഫീസിന്റെ ഡിപ്രീസിയേഷൻ അല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ചെയ്യേണ്ടത് നമുക്ക് ബ്രാഞ്ചിന്റെ അസറ്റിന്റെ വാല്യൂ കുറക്കണം. അതല്ലേ ഇപ്പൊ ചെയ്യാൻ പറ്റുക. അസറ്റിന്റെ വാല്യൂ കുറക്കണമെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്തു, പിന്നെന്താ ഡെബിറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ശ്രദ്ധിക്കുക, ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് വാങ്ങിയപ്പോൾ ഒരു എൻട്രി ഇല്ല. കാരണം എന്താ, ഹെഡ് ഓഫീസാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റുമേ തൊട്ട് കളിക്കാൻ പറ്റൂല. ആരുടെ കേസിൽ, ബ്രാഞ്ചിന്റെ കേസിൽ. എന്നാ ഡിപ്രീസിയേഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും വേണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു HO എന്ന് വരും. ഇതാണ് ബ്രാഞ്ചിന്റെ ഫിക്സഡ് അസറ്റിന്റെ ജേണൽ എൻട്രി. ഓക്കെ, ഇനി നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ബ്രാഞ്ച് ആണ് എന്ന് കരുതുക. അങ്ങനെയാണ് നിങ്ങളുടെ ഈ ജേണൽ എൻട്രി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ഇല്ല, HOന്റെ ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷന് ജേണൽ എൻട്രിന്റെ ആവശ്യമില്ല. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾറെഡി ആരല്ല, ഹെഡ് ഓഫീസ് അല്ല, അപ്പൊ അവിടെയും ആവശ്യമില്ല. ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേണൽ എൻട്രി വേണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. കാരണം എന്താ, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താടാ, കാരണം ബ്രാഞ്ചിന്റെ ഫിക്സഡ് അസറ്റിന്റെ എൻട്രി ആരെ കയ്യിൽ തന്നെയാണുള്ളത്. ഫിക്സഡ് അസറ്റ് വാങ്ങിയപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ, ബ്രാഞ്ച് തന്നെയാണ്. അപ്പൊ ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓൾറെഡി ഫിക്സഡ് അസറ്റ് എന്നൊരു സാധനം ഉണ്ട്. പക്ഷെ നേരത്തെ മറിച്ച് മുൻപത്തെ കേസിൽ എന്തായിരുന്നു ജേണൽ എൻട്രി, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു HO എന്നായിരുന്നു. HO എന്നാവാൻ കാരണം എന്താ, ഇവിടെ ബ്രാഞ്ചിന്റെ കയ്യിൽ ഫിക്സഡ് അസറ്റ് ഇല്ല, അതുകൊണ്ട് ഫിക്സഡ് അസറ്റ് കുറക്കാൻ കഴിയൂല. ഇവിടെ ഫിക്സഡ് അസറ്റ് ഉണ്ട്, അപ്പൊ ഫിക്സഡ് അസറ്റ് തന്നെ എടുക്കാം. ഓക്കെ, ഇതാണ് അത്തരം ജേണൽ എൻട്രിയുടെ കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു
ജേർണൽ എൻട്രി ഒക്കെ ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ 15 മിനിറ്റോളമായി. ഞാൻ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, താങ്ക് യു.